CPI പറവൂർ ടൗൺ സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 11ാം വാർഡിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CPI പറവൂർ ടൗൺ സൗത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ 11ാം വാർഡിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ MLA P. രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലും പ്രാവീണ്യം നേടിയെടുക്കാൻ കഴിഞ്ഞ സാഹചര്യം. ഇവിടുന്ന് കുട്ടികളെല്ലാം വിദേശത്ത് പോകുന്നത് എവിടെ ചെന്നാലും നമ്മൾ കേൾക്കുന്നതാണ്. രക്ഷകർത്താക്കൾ പറയുന്നു, അല്ലാത്തവർ പറയുന്നു, സമൂഹം പറയുന്നു, എല്ലാ കുട്ടികളും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാണ്. കേരളത്തിൽ കുട്ടികളെ ഇല്ല, എല്ലാവരും അമേരിക്കയിൽ പോകുന്നു, എല്ലാവരും ഇംഗ്ലണ്ടിൽ പോകുന്നു, മറ്റു രാജ്യം ഇപ്പോൾ ആണെങ്കിൽ പുതിയ എല്ലാവരും ആസ്ട്രേലിയയിലേക്കുള്ള ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. അവിടെ പോയി പഠിച്ചാൽ ആദ്യം തൊഴിൽ കിട്ടുന്നു, പഠിക്കാൻ സൗകര്യമുണ്ടാകും. അത് കേരളത്തിൽ നമുക്ക് ഇവിടെ ലഭ്യമാകാൻ കഴിയുന്നു. അതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ IT പാർക്കുകളിൽ ഒരുപാട് നമുക്ക് കേരളത്തിലുണ്ട്. IT പാർക്കുകളിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു പക്ഷേ നമ്മൾ പുറകിലായിരിക്കാം. പക്ഷേ IT പാർക്കുകളിൽ തൊഴിൽ എടുക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് സൗകര്യമുണ്ട്. നഗരസഭാ മുൻ വൈസ് ചെയർമാൻ K. സുധാകരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും അതേപോലെ തന്നെ പാർട്ടി പറവൂരിൽ കെട്ടിപ്പടുക്കുന്നതിന് അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുള്ള സഖാവ് N. ശിവൻപിള്ളയുടെ നേതൃത്വത്തിൽ പേരിൽ അറിയപ്പെടുന്ന N. ശിവൻപിള്ള സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിലും നമ്മൾ ഈ പരീക്ഷാഫലം വന്ന ഉടനെ തന്നെ കുട്ടികളെ ആദരിക്കുകയുണ്ടായി. നമ്മുടെ നാളത്തെ തലമുറ എന്ന് പറയുന്നത്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് മുടങ്ങാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പ്രാദേശികമായിട്ട് തന്നെ എല്ലാ കുട്ടികളെയും ആദരിക്കുന്നതിനും അവരുടെ തുടർ പഠനങ്ങളിൽ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിനുമെല്ലാം പാർട്ടി നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. S. ശ്രീകുമാരി, K. ചന്ദ്രബോസ്, K. രത്നകുമാർ, വിനോദിനി രാധാകൃഷ്ണൻ, K. M. രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC, +2, CBSE ഉന്നത വിജയം നേടിയ 11ഓളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു.